ഇവിടെ ശ്രീ സജീവൻ ഈ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യം ഒന്ന് സൂചിപ്പിക്കാം. നേതാവിൻ്റെ നേതൃപരമായ പരാജയങ്ങളെ മറികടക്കാൻ അല്ലെങ്കിൽ തുടർച്ചയായി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് തോൽവികൾ, അടുത്ത സെൻറ്റൻസാണ്. അതിന് മുമ്പ് കുറച്ചധികം ഉണ്ട്, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് തോൽവികൾ തുടർച്ചയായി ഉണ്ടായിട്ടും പാർട്ടികളുടെ തലപ്പത്ത് തുടരാൻ കുടുംബവാഴ്ചക്കാരെ പ്രാപ്തരാക്കുന്നു. അപ്പോൾ ഈ കുടുംബവാഴ്ചയിലെ കിഡ്സായി വന്നിട്ടുള്ള നേതാക്കൾ, അതുപോലെ തന്നെ അതിന് പ്രാപ്തരാക്കുന്നവർ, ഇവരെ രണ്ടുപേരെയും ഒരുപോലെ തന്നെ ഈ വാക്യങ്ങളിലൂടെ വിമർശിക്കുകയല്ലേ ശശി തരൂർ ചെയ്യുന്നത്? എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ പരിശ്രമിക്കുന്ന കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളോടുള്ള വിമർശനം നോക്കൂ. ഇന്ന് വി ഡി സതീശൻ ഒറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല ചോദിച്ചിട്ട്. കാരണം മുൻപത്തെ അനുഭവങ്ങളിൽ നിന്നായിരിക്കാം അകലം പാലിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഏത് കാര്യത്തിലും ഇപ്പോൾ പ്രതികരിക്കാൻ ശ്രദ്ധിക്കുന്ന കെ സി വേണുഗോപാൽ ശശി തരൂരിനോട് പ്രതികരിക്കാൻ ഇടയുണ്ടോ? താങ്കൾ എന്ത് കാണുന്നു, എന്ത് പറയുന്നു? രവികുമാർ ഇപ്പോൾ ഇവിടെ നടത്തിയതുപോലെ അവഗണിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള നയമായിരിക്കും കോൺഗ്രസ് നേതാക്കന്മാർ, രാഹുൽ ഗാന്ധി മുതൽ ഉള്ള കെ സി വേണുഗോപാൽ വരെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇപ്പുറത്തുമായിട്ടുള്ള ആളുകളൊക്കെ ചെയ്യാൻ പോകുന്നത്. കാരണം അവർക്ക് പ്രതികരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. കാരണം ശശി തരൂർ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശശി തരൂർ ചെയ്തത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിലനിർത്താൻ പാടില്ലല്ലോ. അദ്ദേഹത്തിന് അടുത്ത 2026 മത്സരിക്കാൻ അവസരം കൊടുക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല, അദ്ദേഹം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ BJP ആക്കിയെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന അവസരങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ശശി തരൂരിനെ പോലെയുള്ള, ശശി തരൂർ മാത്രമല്ല, നമ്മൾ അതിനു മുമ്പെയുള്ള കാര്യങ്ങൾ VP സിംഗ് ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ അവരൊക്കെ എന്തുകൊണ്ടാണ് പാർട്ടി വിട്ടുപോയത്? ഇപ്പൊ ശരത് പവാർ തിരിച്ചു വന്നല്ലേ, എത്ര ആളുകൾ കോൺഗ്രസ് നിന്ന് വിട്ടുപോയി, എത്ര സമുന്നതരായിട്ടുള്ള ആളുകൾ. ഇപ്പോ ശശി തരൂരിനെ മാത്രം നമ്മൾ കണക്കാക്കിയാൽ പോരാ, അതിനേക്കാൾ ശക്തമായ രൂപത്തിൽ തന്നെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ് P ചിദംബരമാണ്. ഇതേപോലെ തന്നെ ഒരു ഘട്ടത്തിൽ നമ്മുടെ രാഷ്ട്രപതി ആയിരുന്നെങ്കിൽ പോലും, രാഷ്ട്രപതി ആയതിനു ശേഷം മുഖർജി, പ്രണബ് കുമാർ മുഖർജി BJPക്ക് അനുകൂലമായിട്ടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചില്ലേ, അവരുടെ യോഗത്തിൽ പോയിട്ട് സംസാരിച്ചില്ലേ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് കാരണം കോൺഗ്രസിലേക്ക് ഈ പ്രശ്നം തന്നെയാണ്. കാരണം ഒരു കുടുംബം മുന്നോട്ടേക്ക് പാർട്ടിയെ കൈയടക്കുന്നത് മാത്രമല്ല, അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് മാത്രം കിട്ടുന്നു. അതാണ് ചിദംബരമൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിലൊക്കെ വലിയ പ്രശ്നമുള്ളത്, ഇവിടെ ശ്രീമാർ പറഞ്ഞ പോലെ ഇത് കുടുംബാധിപത്യം അല്ലാന്ന് മക്കൾ രാഷ്ട്രീയവും കുടുംബാധിപത്യവും വേറെ വേറെയാണ്. ഇവിടെ കുടുംബത്തിന്റെ കയ്യിലാണ് എക്കാലത്തും പാർട്ടി ഉള്ളത്. ഇവിടെ ഇപ്പൊ ഈ സമയത്ത് സോണിയാഗാന്ധി ഇല്ല, ആരുമില്ല എന്നൊക്കെ പറയപ്പോൾ ആരാണ് ഹൈക്കമാൻഡ്? മല്ലികാർജുൻ ഖർഗെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, കെ സി വേണുഗോപാലാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഈ കുടുംബം മാത്രമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനെയാണ് ഈ ആളുകളൊക്കെ വിമർശിക്കുന്നത്.